إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فإنكم وما تعبدون ما أنتم عليه بفاتنين إلا من هو صال الجحيم. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ആദർശത്തിന്റെ തണൽ ലഭിച്ചവരാണ് നമ്മൾ. ആ ആദർശം ലോകത്ത് തുല്യതയില്ലാത്ത അജയ്യമായ ആദർശം, പരിശുദ്ധ ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, اللهم احفظني بالإسلام قائما واحفظني بالإسلام قاعدا واحفظني بالإسلام راقدا ولا تشمت بي عدوا ولا حاسدا. അല്ലാഹുവേ, ഞാൻ നിൽക്കുന്ന സന്ദർഭം, ഞാൻ ഇരിക്കുന്ന സന്ദർഭം, ഞാൻ കിടക്കുന്ന ഉറങ്ങുന്ന സമയം, മുഴുവൻ സമയങ്ങളിലും എന്റെ ഇസ്ലാമിനെ എനിക്ക് നീ സംരക്ഷിച്ചു തരണേ. എന്നെക്കൊണ്ട് എന്റെ ശത്രു സന്തോഷിക്കുന്ന, അസൂയാലു സന്തോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. ഈ മഹത്തായ ആദർശമാണ് മറ്റു മുഴുവൻ തെറ്റായ വ്യതിചലിച്ച ആദർശങ്ങളിൽ നിന്ന്, സംസ്കാരങ്ങളിൽ നിന്ന് നമ്മെ വ്യതിരിക്തമാക്കുന്നത്. നാളെ പരലോകത്ത് വിജയത്തിന്റെ മാനദണ്ഡം ഈ ശരിയായ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ആ ആദർശത്തിനനുസൃതമായി ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിലൂടെയാണ്. പരലോക വിജയത്തിന്റെ ഒന്നാമത്തെ മാനദണ്ഡം വിശ്വാസ മേഖലയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ മാത വഹുവ യഅലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് ആരാണോ മരണപ്പെട്ടത് അവൻ സ്വർഗത്തിൽ കടന്നു. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രത്യേകം പഠിക്കാൻ, അറിയാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് ആജ്ഞാപിച്ചു. അത് അറിഞ്ഞുകൊണ്ട് മരണപ്പെട്ടവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിട്ടില്ലെങ്കിൽ, അത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വലിയ പരാജയമാണ്. അതുകൊണ്ടാണ് വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുള്ളയോട് ചോദിച്ചത്, അലൈസ മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹയല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ബല വലാകിൻ ലൈസ മിൻ മിഫ്താഹിൻ ഇല്ലാ വലഹു അസ്നാൻ. പല്ലുണ്ടാകുമ്പോഴാണ്
താക്കോലിന് താക്കോൽ എന്ന് പറയുന്നത് പല്ലുള്ള മിഫ്താഹുമായിട്ടാണ് നീ വന്നതെങ്കിൽ ഫുതിഹലക, അത് നിനക്ക് തുറന്നു കിട്ടും. വഇല്ലാ ലം യുഫ്തഹ് ലക, ഇല്ലെങ്കിൽ നിനക്കത് തുറക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുമ്പോ അതിനനുസൃതമായ ചില ക്രമപ്പെടുത്തലുകൾ വിശ്വാസ മേഖലയിൽ, കർമ്മ മേഖലയിൽ വരേണ്ടതുണ്ട്. അത് വരുമ്പോഴാണ് സ്വർഗം നമുക്ക് തുറന്നു കിട്ടുക എന്നാണ് അതിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. ദീൻ നിലനിൽക്കുന്നത് ആ ഈമാൻ എന്ന തറയിലാണ്. കർമ്മ മേഖലകളെക്കാൾ വിശ്വാസ മേഖലക്ക് പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അമ്പിയാക്കളുടെ ദഅവത്ത്, ലോകത്ത് കടന്നു വന്ന മുഴുവൻ അമ്പിയാക്കളുടെയും ദഅവത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഊന്നൽ നൽകിയത്, പ്രഥമവും പ്രധാനവുമായി സമൂഹത്തെ ഉത്ബോധിപ്പിച്ചത് വിശ്വാസ മേഖലയാണ്, തൗഹീദാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 13 വർഷക്കാല മക്ക ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചാൽ തൗഹീദാണ് പറഞ്ഞത് എന്ന് കാണാം. അള്ളാഹു ആരാണ്, അവൻ എവിടെയാണ്, അവന്റെ ഇൽമിനെ കുറിച്ച്, അവന്റെ അറിവിനെ കുറിച്ച്, അവന്റെ കാഴ്ചയെ കുറിച്ച്, കേൾവിനെ കുറിച്ച്, അവന്റെ രക്ഷാശിക്ഷകളെ കുറിച്ച് വഹീന്റെ അടിസ്ഥാനത്തിൽ ആ സമൂഹത്തെ ഉത്ബുദ്ധരാക്കിയപ്പോ അവർ സംസ്കരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ലൗ നസല അവ്വലു ശൈഇൻ ലാ തസിനു വലാ തശ്റബുൽ ഖംർ വലാ തസ്രിഖു വലാ തഖ്തുലു ഖാലു ലാ നദഉ സിന വലാ നദഉ ശുർബൽ ഖംർ വലാ നദഉൽ ഖത്ൽ. നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന്, മദ്യപിക്കരുതെന്ന്, നിങ്ങൾ മോഷ്ടിക്കരുതെന്ന്, കൊലപാതകത്തിൽ ഏർപ്പെടരുത് എന്നായിരുന്നു ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഇതെല്ലാം നടമാടിയിരുന്ന ജാഹിലിയ സമൂഹത്തെ സംസ്കരിക്കാൻ ഒരിക്കലും സാധ്യമല്ലായിരുന്നു. മറിച്ച് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തിയപ്പോ അവിടെ സംസ്കരിക്കപ്പെടുകയാണ്. അത് നബിമാരെല്ലാം തങ്ങൾ നിയോഗിക്കപ്പെട്ട സമൂഹത്തിൽ, തന്റെ മക്കളിൽ ആ വിശ്വാസ മേഖല അത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. നോക്കൂ നിങ്ങൾ, മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണ സന്ദർഭത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ഉണർത്തുന്നുണ്ട്. അം കുൻതും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണം സന്നിഹിതമായ സമയം, ഇദ് ഖാല ലിബനി, തന്റെ മക്കളെ വിളിച്ച് അദ്ദേഹം ചോദിക്കുകയാണ്, മക്കളെ, മാ തഅബുദൂന മിൻ ബഅദി, നിങ്ങൾ എനിക്ക് ശേഷം എന്തിനെയാണ് ആരാധിക്കുക? ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് അലൈഹിസ്സലാം, അവരുടെയൊക്കെ ഇലാഹായ ഏക ഇലാഹിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് ആ പിതാവ് മക്കൾക്ക് തൗഹീദ് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചു പറഞ്ഞുല്ലേ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, മക്കൾ, മോനെ ശിർക്ക് ചെയ്യരുത് എന്ന്. കാരണം അശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ശിർക്ക് എന്നത് വളരെ ഗോപ്യമായി എത്തുന്നതാണ്. ഉറുമ്പരിച്ചു വരുന്നത് പോലെ ശിർക്ക് നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരും. ആ ശിർക്ക് കടന്നു വരുന്ന മേഖലയെ സംബന്ധിച്ച് കൃത്യമായ താക്കീത് നൽകപ്പെട്ടിട്ടുണ്ട്. ശിർക്ക് വരുന്ന മേഖല കൊട്ടി അടച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, സാബിത്ത് ബിൻ ലഹാഖ് പറയുകയാണ്, നദറ റജുലുൻ അൻ യൻഹറ ഇബിലം ബിബുവാന. ജാഹിലിയ കാലഘട്ടത്തിൽ ബുവാനയിൽ വെച്ച് ഒരു ഒട്ടകത്തെ നേർച്ച നേർന്നിരുന്നു. ബുവാനയിൽ വെച്ച് ഒട്ടകത്തെ ബലി നൽകാൻ ജാഹിലിയ കാലഘട്ടത്തിൽ, ജാഹിലിയത്തിൽ നേർച്ച നേർന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബി പ്രവാചകരെ, ആ നേർച്ച ഞാൻ വീട്ടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ്. ഫഹൽ കാന ഫീഹാ വതനു മിൻ ഔസാനിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ വല്ല വിഗ്രഹവും അവിടെയുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഫഹൽ കാന ഫീഹാ ഈദു മിൻ അഅയാദിഹിം, അക്കാലഘട്ടത്തിൽ അവരുടെ വല്ല ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ വല്ലതും അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഔഫീ നദർ, എങ്കിൽ നിന്റെ നേർച്ച നീ പൂർത്തിയാക്കണം എന്ന്. കാരണം അതൊക്കെ നടമാടിയിരുന്നുവെങ്കിൽ അവിടെ ശിർക്കിനുള്ള സാധ്യത, ശിർക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്.
അബുൽ ഹയ്യാജ് പറഞ്ഞല്ലോ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നെ നിയോഗിച്ചിട്ടുണ്ട്, അല്ലാ തദഅ സൂറത്തൻ ഇല്ലാ തമസ്തഹ വല ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ, ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ ഖബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്, ഒരൊറ്റ രൂപങ്ങളും വിട്ടേക്കരുത് എന്ന് പറയുകയുണ്ടായി. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല കിതാബ് തൗഹീദിന്റെ ശറഹിൽ അതിനെ വിശദീകരിച്ചത് അന്നഹ വസീലത്തുൻ ഇല ശിർക്ക്, അത് ശിർക്കിലേക്ക് എത്തുന്ന വസീലയാണ്. ശിർക്കിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്, ആ സാധ്യതകളെ തച്ചുടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശിർക്ക് കടന്നു വരുന്ന മേഖല തന്നെ വിലക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ശിർക്ക് വന്നാൽ നരകം ശാശ്വതം, സ്വർഗം നിഷിദ്ധമാണ്, അമലുകളെല്ലാം ബാത്തിലായി പോകുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളിൽ നിർബന്ധമായും ചുരുങ്ങിയത് ഒരു ദിനം 17 തവണ നെഞ്ചത്ത് കൈകെട്ടിക്കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് മിനിമം 17 തവണ നമ്മൾ പ്രഖ്യാപിക്കുന്നു. നമസ്കാര ശേഷം നമ്മൾ പറയുന്നുണ്ട് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത, അല്ലാഹുവേ നീ നൽകിയത് തടയാൻ, നീ തടഞ്ഞത് നൽകാൻ ലോകത്ത് ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒന്നിനും കഴിവില്ല എന്ന് പ്രത്യേകം നമ്മൾ ദിനേന 5 വക്ത് നമസ്കാര ശേഷവും ആ തൗഹീദ് കൂട്ടിയുറപ്പിച്ചിട്ടാണ് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളോട് ഉണർത്തുകയുണ്ടായി, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അല്ലാഹു വല്ല ഉപദ്രവത്തെ നിനക്ക് ബാധിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അതിനെ നീക്കിക്കളയാൻ അവനല്ലാത്ത ഒരു ശക്തിക്കും കഴിയില്ല. വഇയുരിദുക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫദ്ലി, അതല്ല അല്ലാഹു നിനക്ക് ഖൈർ കിട്ടണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫളിനെ തടുത്തു നിർത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവർ, മുസ്ലിങ്ങളാണ് ഞങ്ങളെന്ന് പറയുന്നവർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള സഹായം അത് പ്രതീക്ഷിക്കുന്നു, അത് തേടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടില്ല. ഷെയ്ഖ് ജീലാനിയോട് പ്രാർത്ഥിക്കുന്നു, മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അത്തരം ആളുകളോടല്ലേ ചോദിച്ചത്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്ക് എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ആരാധ്യന്മാരാ. കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതതിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സ്വനമുക, അല്ലാഹുവിന് പുറമെ നീ ആരിലെല്ലാം വിശ്വാസമർപ്പിക്കുന്നോ, ആരിലെല്ലാം അഭയമർപ്പിക്കുന്നുവോ ഫഹുവ സ്വനമുക, അത് നിന്റെ മനസ്സിലുള്ള വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്ക് വെച്ചുകൊണ്ട് നീ എത്ര തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും അത് ഒരു ഫലവും നിനക്ക് ചെയ്യുകയില്ല. എന്നാൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചപ്പോ അവർക്കത് മനസ്സിലായി. അതുകൊണ്ട് അവരത് അംഗീകരിച്ചില്ല. അവര് ചോദിച്ചത് വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാദിന്റെ തുടക്കത്തിൽ എടുത്തു പറഞ്ഞു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, എന്താണ് എല്ലാ ആരാധ്യന്മാരെയും കൂടെ ഒറ്റ ആരാധ്യനാക്കി മാറ്റുകയാണോ? ഇതൊരു അത്ഭുതകരമായ കാര്യമാണ് എന്ന് അവർ പറയാനുണ്ടായ കാരണം അതാണ്. ഇതിനൊരു സന്ദർഭമുണ്ട്. അബൂ ത്വാലിബ് മരണശയ്യയിൽ കിടക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് 10-25ഓളം വരുന്ന ഖുറൈശി പ്രമുഖർ വലീദ് ഇബ്നു മുഗീറയുടെ നേതൃത്വത്തിൽ അബൂ ത്വാലിബിന്റെ അടുക്കലേക്ക് വരുന്നത്. അബൂ ത്വാലിബ് രോഗാവസ്ഥയിലാണ്. ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. പ്രവാചകനും അവരും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് തന്നെ. അബൂജഹലും ഉത്ബത്തും ശൈബത്തും വലീദ് ഇബ്നു മുഗീറയും ഉഖബത്ത് ഇബ്നു അബീ മുഈത്ത് ഇങ്ങനെ തുടങ്ങി ഖുറൈശി പ്രമുഖരായ ആളുകളാണ് അബൂ ത്വാലിബിനെ വന്ന് കാണുന്നത്. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനാണ്, സഹായിയാണ്. എന്നാൽ പ്രവാചകന്റെ ആദർശത്തിലല്ല. അവരുടെ ആഗമന ഉദ്ദേശം എന്താണെന്ന് അറിയിച്ചപ്പോ അവരുടെ വിഷയം, മുഹമ്മദ് ഞങ്ങളെ ശകാരിക്കുന്നുണ്ട്, ഞങ്ങളുടെ ആരാധ്യന്മാരെ മോശമാക്കുന്നുണ്ട്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല. മറിച്ച് അത് പറയുന്നത് അബൂ ത്വാലിബിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ്. അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്,
കലിമത്തുൻ വാഹിദ, എനിക്ക് ഒരൊറ്റ വാക്ക്, ഒരൊറ്റ കലിമത്ത് അവർ അംഗീകരിച്ചു തന്നാൽ മതി. അതവർ അംഗീകരിച്ചാൽ അറബികൾ മുഴുവൻ അവർക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയുണ്ടാകും. അനറബികൾ അവർക്ക് ജിസിയ കൊടുക്കുന്ന നാളെ പുലരുന്ന സന്ദർഭമുണ്ടാകും. കലിമത്തുൻ വാഹിദ എന്ന് പറഞ്ഞപ്പോ അബൂ താലിബ് ചോദിച്ചു, കലിമത്തുൻ വാഹിദ മതിയോ? അതേ എന്ന് പറഞ്ഞു. എങ്കിൽ അബൂജഹലിനോട് പറഞ്ഞു, മുഹമ്മദ് ആവശ്യപ്പെടുന്നത് കലിമത്തുൻ വാഹിദ മതിയോ എന്ന് ചോദിച്ചു. ഒന്നല്ല 10 ഞങ്ങൾ നൽകാം എന്ന് അബൂജഹൽ പറഞ്ഞു. മുഹമ്മദ് ഇത് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചപ്പോ ഈ പ്രമുഖർ അവർ മുഴുവനും അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. വിശുദ്ധ ഖുർആൻ സുന്ദരമായി അതിനെക്കുറിച്ച് വിശദീകരിച്ചു. വൻതലഖൽ മലഉ മിൻഹും അനിംശു വസ്ബിറു അലാ ആലിഹതികും ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്. ആ പ്രമുഖരെല്ലാം ഒഴിഞ്ഞു പോകുക. അനിംശു, നടക്കൂ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അനിസ്ബിറു അലാ ആലിഹതികും, നിങ്ങളുടെ ആരാധ്യന്മാരുടെ വിഷയത്തിൽ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക. ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്. മുഹമ്മദും അബൂ താലിബും എന്തോ ഒരു തരത്തിൽ ചില ഉദ്ദേശങ്ങൾ അവർക്കുണ്ട്, എന്തോ വെച്ച് കളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറിപ്പോകുന്ന രംഗം വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ അത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കാതെ പോയത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ അവർ പാരമ്പര്യമായി ചെയ്തു വരുന്ന പലതും മാറ്റിവെക്കേണ്ടി വരും എന്നത് അവർക്കറിയാം. പക്ഷേ ഇന്ന് മുസ്ലിങ്ങളിൽ പലർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ഇസ്തിആനത്ത് പാടുള്ളൂ, ഇസ്തിഗാസ പാടുള്ളൂ എന്ന് പറയുമ്പോ അത് അംഗീകരിക്കാതെ പലപ്പോഴും വ്യക്തികളിലേക്ക്, മരണപ്പെട്ടു പോയ ആളുകളിലേക്ക് പ്രാർത്ഥനകൾ വഴിമാറിപ്പോകുന്നത്. പലതിനെയും പേടിക്കുന്നു, പലതിനെയുമുള്ള ഭയം. അല്ലാഹനെ മാത്രം ആരാധിച്ചാൽ മറ്റു പലതിനെയും ഒഴിവാക്കിയാൽ തങ്ങൾക്ക് എന്തൊക്കെയോ വന്ന് ഭവിക്കുമെന്ന ഭയം. നോക്കൂ നിങ്ങൾ, തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം ആശ്ലേഷിക്കുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹം വിദേശിയാണ്. അദ്ദേഹം യമനിലെ ദൗസ് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ പ്രവാചകൻ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഊരുവിലക്ക് കൽപ്പിക്കുകയുണ്ടായി. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ അടുക്കലേക്ക് ആളുകൾ അടുക്കാൻ സമ്മതിക്കുകയില്ല. പ്രത്യേകിച്ച് വിദേശികളാകുമ്പോ അവരെ ബ്ലോക്ക് ചെയ്യും. കാരണം അവർ ഇസ്ലാം സ്വീകരിച്ചാൽ അവർ അവരുടെ നാട്ടിലേക്ക് ചെന്ന് ദഅവത്ത് നടത്തി ആളുകൾ ഇസ്ലാം സ്വീകരിക്കാനുള്ള സാധ്യതകളെ മക്കക്കാർ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ചുകൊണ്ട് തന്നെ വിദേശികൾ അവർ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇവിടെ മുഹമ്മദ് എന്ന ഒരാളുണ്ട്, സ്വാബി ആണ്, പുത്തൻവാദിയാണ്, അതുകൊണ്ട് അടുക്കരുത്, കേട്ടുപോകരുത് എന്നൊക്കെയുള്ള അപകട സൂചനകൾ ഇദ്ദേഹത്തിനും നൽകുകയുണ്ടായി. ഇദ്ദേഹം കാതിൽ പരുത്തി വെച്ചുകൊണ്ട് അബദ്ധത്തിൽ പോലും കേട്ടുപോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ കാതിൽ പരുത്തി വെച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കാതിരിക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകനെ കേട്ടില്ല, പക്ഷെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നത് കാണുകയാണ്. അള്ളാന്റെ റസൂലിന്റെ നമസ്കാരം അദ്ദേഹം കാണുകയാണ്. ആ നമസ്കാരം കണ്ടപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു അത്ഭുതം. ഈ മനുഷ്യനെ കുറിച്ചാണോ ഷാഇറെന്നും കദ്ദാബെന്നും സാഹിറെന്നും പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കാൻ അദ്ദേഹത്തിന് വല്ലാത്ത താല്പര്യം. തന്റെ കാതിൽ നിന്ന് പരുത്തിയെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹം കേൾക്കുകയാണ്. കേട്ടു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം തന്റെ ഗോത്രത്തിലേക്ക്, ദൗസ് ഗോത്രത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആദ്യം ചെല്ലുമ്പോ തന്റെ വാപ്പാനെയാണ് കാണുന്നത്. വാപ്പാക്ക് ദഅവത്ത് നടത്തി, വാപ്പാക്ക് ഇത് മനസ്സിലായി. ഉടനെ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നു. ഭാര്യയോട് പറഞ്ഞു, ഇലൈകി അന്നി, ഒന്നാൾ മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഭാര്യയുടെ ചോദ്യം, യാ അബത്തുഫൈൽ അമാ തഖ്ശാ ദിശ്ശറ അല സിബി. അബൂതുഫൈൽ, നമ്മുടെ കുട്ടികൾക്ക് ദിശ്ശറയുടെ കുരുത്തക്കേട് പറ്റുമെന്ന് നിങ്ങൾ പേടിക്കണില്ലേ? ദിശ്ശറ എന്നത് അവർ ആരാധിക്കുന്ന വിഗ്രഹമാണ്.
അതിന്റെ കുരുത്തക്കേട്, കുട്ടികൾക്ക് അപകടം പറ്റുമെന്നത് നിങ്ങൾ എന്താ പേടിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അബൂതുഫൈൽ മറുപടി പറഞ്ഞു, ഇല്ല, ഒരു പേടിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈമാൻ ഉറച്ചു കഴിഞ്ഞിരുന്നു. അതോടെ അത് ക്ലിയർ ആക്കി കൊടുത്തപ്പോ ഭാര്യയും ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം ദൗസ് ഗോത്രത്തിലേക്ക് ചെല്ലുക, അദ്ദേഹത്തിന്റെ ഗോത്രത്തിലേക്ക്. പക്ഷേ വാപ്പയും ഭാര്യയും സ്വീകരിച്ച പോലെ ദൗസ് ഗോത്രം സ്വീകരിച്ചില്ല. അദ്ദേഹം ദൗസ് ഗോത്രത്തിന് ദഅവത്ത് നടത്തിയിട്ട് അവർ സ്വീകരിക്കാതെ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇന്ന ദൗസൻ അബത്, ദൗസ് സ്വീകരിക്കണില്ല, അവർ വിസമ്മതിക്കുകയാണ്, അവർക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യണം, ആ കബീലക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ വേണ്ടി കൈ ഉയർത്തി. എല്ലാവരും പേടിച്ചു. കാരണം അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും അവർക്കെതിരെ ദുആ ചെയ്തു കഴിഞ്ഞാൽ ദൗസ് ഗോത്രത്തിന്റെ കഥ അതോടുകൂടി കഴിയുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ദൗസൻ വഅതി ബിഹിം മുസ്ലിമീൻ. അങ്ങനെ ദുആ ചെയ്തത്, അല്ലാഹുവേ, ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കണേ, അവരെ മുസ്ലിങ്ങളായിട്ട് നീ കൊണ്ടുവാ എന്ന് ദുആ ചെയ്തു. പിന്നെ കാണുന്ന കാഴ്ച ദൗസ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കടന്നു വരുന്ന കാഴ്ചയാണ്. ഇവിടെ വിഷയം ഭാര്യ ചോദിച്ചതാണ്. എന്താ ചോദിച്ചത്? അമാ തഖ്ഷ ദിശ്റ അലസ്ബി, മക്കൾക്ക് ദുശ്ശറയുടെ കുരുത്തക്കേട് പറ്റുമെന്ന് നിങ്ങൾ എന്താ മനുഷ്യ ഭയപ്പെടാത്തത്? ഇങ്ങനൊരു പേടി, ഒരു കുരുത്തക്കേടിന്റെ പേടി, അത് അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അത് നമുക്ക് കാണാൻ കഴിയും. വിഗ്രഹം അല്ലെങ്കിൽ തങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളിൽ നിന്ന് എന്തോ ചില ഭയം, അഭൗതികമായി അതല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് നിന്ന് എന്തോ ഒരു ഭയം തങ്ങളെ ബാധിക്കും, അത് അപകടമായി വരുമെന്ന ഒരു ഭയം. ളിമാം ഇബ്നു സഅലബ എന്ന ഒരു ഗ്രാമീണൻ, അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നു. പക്ക അറാബിയാണ്. ഒരു ഒട്ടകവുമായി കടന്നു വന്ന്, അതും മസ്ജിദുൻ നബവിയുടെ ഉള്ളിലേക്ക് ഒട്ടകവുമായി പ്രവേശിച്ച് ഒട്ടകത്തെ അവിടെ കിടത്തിയിട്ട് ചോദിക്കുകയാണ്, ഐന ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ എവിടെ? ആരാ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ ചോദിക്കുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നത് അങ്ങനെ, ഇബ്നു അബ്ദുൽ മുത്തലിബ്. കാരണം റസൂലുള്ളാഹി ജനിക്കും മുമ്പേ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തുന്നത്. അതുകൊണ്ട് ചോദിച്ചു, ഐന അബ്ദുൽ മുത്തലിബ്, കാണിച്ചു കൊടുത്തു, അതായിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു, റസൂലും സഹാബത്തും അപ്പുറത്തിരിക്കുന്നുണ്ട്, അവിടെ ചെന്ന് ചോദിച്ചു, ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് മറുപടി പറഞ്ഞു. അതെ, ഞാൻ മുഹമ്മദാണ് എന്ന് മറുപടി പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, നിങ്ങളുടെ ദൂതൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ നബിയായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഞങ്ങൾ അറിയിക്കുകയുണ്ടായി. ആകാശത്തെ പടച്ചതാരാ, ഭൂമിയെ പടച്ചതാരാ? അള്ളാഹുവാണ് എന്ന് മറുപടി പറഞ്ഞപ്പോ, വാനഭൂമികളെ പടച്ച അള്ളാഹുവാണോ നിങ്ങളെ നബിയായി നിയോഗിച്ചത് എന്ന് പറഞ്ഞു. വളരെ ശാന്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകി. 5 വക്ത് നമസ്കാരത്തെക്കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണോ എന്ന് ചോദിച്ചു. അതേ എന്ന് മറുപടി പറഞ്ഞു. അപ്പോ അദ്ദേഹം തിരിച്ചു പറയുകയാണ്, ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, ആ 5 വക്ത് നമസ്കാരം അതിലേക്കൊന്നും കൂട്ടാതെ ഒന്നും കുറക്കാതെ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്ന രംഗമുണ്ട്. ഞാൻ എന്റെ ഗോത്രത്തിലേക്ക് പോവുകയാണ്. ആ ഗോത്രത്തിന്റെ നേതാവാണ് അദ്ദേഹം. ആ ഗോത്രത്തിന്റെ കാര്യം ഞാനേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദഅവത്ത് നടത്താൻ വേണ്ടി പോവുകയാണ്. ആ സമയം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ദുൽ അഖീസത്തൈൻ എന്നാണ്. അഖീസത്തൈൻ എന്ന് പറഞ്ഞാൽ അറബികൾ മുടി വളർത്തിയിട്ട് ചുരുട്ടിയിടുന്ന ശീലമുണ്ടായിരുന്നു. 2 എണ്ണമായിട്ട് ചുരുട്ടിയിട്ടുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ചൂണ്ടിയിട്ട് പറഞ്ഞത്, സ്വർഗത്തിൽ പോകുന്ന ആളെ കാണാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ദുൽ അഖീസത്തൈനെ നോക്കട്ടെ എന്ന് അദ്ദേഹത്തെ ചൂണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അദ്ദേഹം കടന്നു ചെന്ന് തന്റെ ഗോത്രത്തോട് പറഞ്ഞത് ബിഅസത്തിൽ ലാത്ത വൽ ഉസ്സ. അദ്ദേഹം പക്ക അറാബിയാണ്. ആ ഒരു കൾച്ചറിൽ തന്നെയാണ് അദ്ദേഹം അവരോട് പറയുന്നത്, ലാത്തയും ഉസ്സയും ആരാധിക്കാൻ ഒരിക്കലും യോഗ്യമല്ല, അവയെ ആരാധിക്കുന്നത് വളരെ മോശമാണെന്ന രൂപത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയാണ്. ഉടനെ തന്നെ ആ ഗോത്രക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, യാ ലിമാം അമാ തഖ്ശൽ ജുദാം വൽ ജുനൂൻ, ലിമാം നിങ്ങൾ കുഷ്ഠരോഗത്തെ ഭയപ്പെടുന്നില്ലേ, ഭ്രാന്തുണ്ടാകുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്നാണ് ആ
ആ ഗോത്രം ചോദിക്കുന്നത്. കാരണം അവർ ഭയപ്പെട്ടിരുന്നത് അതാണ്. ഈ വിഗ്രഹത്തെ ലാത്തയെ ആരാധിച്ചില്ലെങ്കിൽ, ഉസ്സയെ ആരാധിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ജുദാമ് ബാധിക്കും, കുഷ്ഠരോഗം ബാധിക്കും, ഭ്രാന്ത് പിടിപെടും. ഇത്തരത്തിലുള്ള ഒരു ഭയം അവരെ അലട്ടിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം തിരിച്ചു മറുപടി നൽകി, ഒരു കുഷ്ഠവുമില്ല, ഒരു ഭ്രാന്തുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു റസൂലിനെ അയച്ചിട്ടുണ്ട്. ആ റസൂൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് അവർക്ക് ദഅവത്ത് നടത്തിയപ്പോ അവരത് സ്വീകരിച്ചു. അവർ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു. ആ ഗോത്രം ഒന്നടങ്കം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മദീനയിലേക്ക് ഒരു വഫ്ദായി, നിവേദക സംഘമായി കടന്നു വരുന്ന കാഴ്ചയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് വന്ന ഏറ്റവും നല്ല വഫ്ദ് ഇമാം ഇബ്നു സഅലബയുടെ വഫ്ദാണ് എന്ന് മറുപടി നൽകാൻ കഴിയും, പറയുന്നത് കാണാൻ നമുക്ക് കഴിയും. ഇവിടെ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ജുദാമുണ്ടാകും, ജുനൂനുണ്ടാകും, കുഷ്ഠമുണ്ടാകും, അതല്ലെങ്കിൽ ഈ നിലക്ക് ഭ്രാന്തുണ്ടാകും എന്ന വിശ്വാസം, ഇത് ജാഹിലിയത്തിലെ വിശ്വാസമാണ്. ഇതാ വിശ്വാസം അതേ രൂപത്തിൽ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നവരിലേക്ക് വന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അല്ലെ, ഇന്ന ജാറത്തിൽ കിടക്കുന്ന ഷെയ്ഖിന് ബലി നൽകിയിട്ടില്ലെങ്കിൽ, നേർച്ച നേർന്നിട്ടില്ലെങ്കിൽ അവരിൽ നിന്ന് എന്തോ ഒരു കുരുത്തക്കേട് നമുക്ക് ബാധിക്കുമെന്ന ജാഹിലിയത്തിൽ തച്ചുടച്ച, ഇസ്ലാം തച്ചുടച്ച, ഇല്ലായ്മ ചെയ്ത ആ ഒരു ഭയം, ആ ഒരു വിശ്വാസം മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നത് നമുക്ക് കാണാൻ കഴിയും. പലരും ജാറത്തിങ്ങൾ കൊണ്ടുപോയി, മക്ബറകളിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത്, അവിടെ നേർച്ച നേരുന്നതൊക്കെ ഇത് ഭയപ്പെട്ടിട്ടാണ്. ഇത് ഇസ്ലാം ഇല്ലായ്മ ചെയ്ത വിശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്തിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഫഇന്നകും വമാ തഅബുദൂൻ, നിങ്ങളും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരും, മാ അൻതും അലൈഹി ബിഫാത്തിനീൻ, നിങ്ങൾക്കൊരിക്കലും അല്ലാഹുവിനെതിരിൽ, ഈ വിശ്വാസികളുടെ നേരെ ആ ഫിത്നയുമായി കടന്നു ചെല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇല്ലാ മൻ ഹുവ സ്വാലിൽ ജഹീം, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ കടന്നെരിയേണ്ട ആളുകളുണ്ടല്ലോ, ആ ആളുകൾ നിങ്ങൾക്ക് ഫിത്നയിൽ അകപ്പെടുത്താനാകുമെന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം വിധിച്ച ഹിദായത്ത് ലഭിക്കുന്ന ആളുകൾ, അവരെ ആ നിലക്ക് പഠിപ്പിക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മറുപടി നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് അല്ലാഹ് ചോദിച്ചത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരെ. വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി, അല്ലാഹുക്ക് പുറമെയുള്ളവരെ കൊണ്ടവർ നിന്നെ ഭയപ്പെടുത്തുന്നു. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടാ ഭയപ്പെടുത്തുക. എന്തൊക്കെയോ നിങ്ങൾക്ക് വന്നു ഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഇല്ല. വിശ്വാസികൾക്ക് ആ നിലക്കുള്ള ഒരു ഭയവും ഇല്ല. കാരണം എല്ലാം നൽകുന്നത് അല്ലാഹയാണ്. അത് നിരന്തരമായി പ്രഖ്യാപിക്കുന്നവനാണ്. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ലോകത്ത് ഒരു ശക്തിയോ വ്യക്തിയോ ഒന്നുമില്ല. നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്കും കഴിയില്ല എന്ന് നിരന്തരമായി പ്രഖ്യാപിക്കുമ്പോ ആ പ്രഖ്യാപനത്തിന് അനുസൃതമായ പ്രവർത്തനം, വിശ്വാസവും പ്രവർത്തനവും ആകണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ആ നിലക്ക് യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മുവഹ്ഹിദുകളായി ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന് പുറമെ ചില വ്യക്തികളിലും ചില വസ്തുക്കളിലും അഭയം അർപ്പിക്കുന്ന അവസ്ഥ മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണാം. ചില ചരടുകളിൽ, ചില വളയങ്ങളിൽ, ചില ഏലസുകളിൽ എത്രയൊക്കെ ഇന്ന് പുരോഗമിച്ച് എന്ന് പറയുമ്പോഴും വിശ്വാസരംഗത്തുള്ള അധപ്പതനം ആധുനികവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്തെ സംസ്കരിക്കാൻ ഭൗതികമായി എത്ര പുരോഗമിച്ചാലും പ്രമാണങ്ങൾ കൊണ്ട് സാധ്യമാകൂ എന്ന തിരിച്ചറിവാണ്
നമുക്കുണ്ടാവേണ്ടത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ ഫി യദിഹി ഹൽഖത്തൻ മിൻ സുഫർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ കയ്യിൽ ഒരു മഞ്ഞ വളയം കാണുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹാദാ, ഇതെന്താ? അദ്ദേഹം പറഞ്ഞു, മിനൽ വാഹിന, തളർവാദത്തിന്, ക്ഷീണത്തിന് കിട്ടിയതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിഅഹ, അത് ഊരിക്കളയണം. ഫഇന്നക ലാ തസീദുക ഇല്ലാ വഹന, അത് വഹന് വർദ്ധിപ്പിക്കുകയല്ലാതെ ഒരിക്കലും കുറക്കുകയില്ല എന്ന് മാത്രമല്ല, ഫഇന്നക ലൗ മിത്ത വഹിയ അലൈക മാ അഫ്ലഹത അബദ, അത് കെട്ടിയിട്ടാണ് നീ മരണപ്പെടുന്നതെങ്കിൽ നീ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹു അന്നഹു റഅ റജുലൻ ഖൈത്തുൻ മിനൽ ഹുമ്മ, പനി ബാധിച്ച് പനി മാറാൻ ഒരു നൂല് കെട്ടിയ വ്യക്തിയെ കാണുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫഖതഅഹു, അത് മുറിച്ചു കളഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, ഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലൗ മിത്ത വഹുവ അലൈക മാ സല്ലൈതു അലൈക, ഇത് കെട്ടിയിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഒരിക്കലും നിസ്കരിക്കൂല. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവത്തിലാണ് അവർ ഈ വിഷയം കണ്ടത്. അതുപോലെ മറ്റൊരു സംഭവം, ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് 10 അംഗ സംഘം കടന്നു വരാം. ഫബായഅ തിസ്അതൻ, 10 ആളും ബൈഅത്ത് സ്വീകരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന്. വഅംസക അൻ വാഹിദ്, 10 ആൾക്കും 9 ആൾക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊടുത്തപ്പോ 10ാമത്തെ ആളിൽ നിന്ന് കൈ വലിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ബായഅത തിസ്അതൻ വഅംസക്ത അൻ ഹാദാ. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലൈഹി തമീമ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തമീമത്തുണ്ട്, ഒരു ഏലസുണ്ട്. ഫഅദ്ഖല യദഹു ഫഖതഅഹു, പ്രവാചകൻ കൈ പ്രവേശിപ്പിച്ചത് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരാണ് തമീമത്ത് കെട്ടിയത് അവൻ ശിർക്ക് ചെയ്തു. വാക്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാഷാ അല്ലാഹു വശിഅ്ത എന്ന് പറഞ്ഞ അല്ലാഹുവും നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോഴേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരുത്തി, മാഷാ അല്ലാഹു സുമ്മ ശിഅ്ത എന്ന് പറയണം. അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അല്ലാഹുവിന് തുല്യമാക്കുകയാണോ എന്ന് വരെ ചോദിച്ച സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വിശ്വാസരംഗം എന്നത് ഈ നിലക്ക് ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മിലോ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളിലോ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുവഹ്ഹിദുകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.